നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, TV യൂസ് ചെയ്യുന്നു, ബൈക്ക് യൂസ് ചെയ്യുന്നു എന്നിങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഓരോ ഐറ്റംസും ഉണ്ടാകുന്നതിന് മുന്നേ അതിനൊരു ഡിസൈൻ ഉണ്ടാവും. മൊബൈൽ ഫോണിൻ്റെ ഡിസൈൻ, TV ഡിസൈൻ, ബൈക്കിൻ്റെ ഡിസൈൻ എന്നിങ്ങനെ ഒരു ഡിസൈനിൽ നിന്നായിരിക്കും ഒന്നും രണ്ടും മൂന്നും അങ്ങനെ ആയിരക്കണക്കിന് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതേപോലെ ഒരു ഡിസൈൻ ഉപയോഗിച്ച് അതിൽ നിന്നും നിരവധി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ കോഡിങ്ങിൽ സാധിക്കുമോ? നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിലെ 11th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കുന്നതിനായി നിങ്ങൾക്ക് മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പൈതണിലെ ഊപ്സിനെ കുറിച്ചാണ്. അതായത് ഒരു ഡിസൈൻ ഉണ്ടാക്കി അതുപയോഗിച്ച് നിരവധി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ കോഡിങ്ങിൽ നമ്മളെ സഹായിക്കുന്ന കോൺസെപ്റ്റിനെയാണ് ഊപ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഡിസൈനിനെ നമ്മൾ ക്ലാസ് എന്നും അതുപയോഗിച്ചുണ്ടാക്കുന്ന ഓരോ ഐറ്റംസിനെ നമ്മൾ ഒബ്ജക്ട്സ് എന്നുമാണ് പറയുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് ഒരുപാട് ബുള്ളറ്റ് ബൈക്സ് കാണാം. ബ്ലാക്ക് കളർ ബുള്ളറ്റ്, വൈറ്റ് കളർ ബുള്ളറ്റ്, റെഡ് കളർ ബുള്ളറ്റ് എന്നിങ്ങനെ നിരവധി ബുള്ളറ്റ് കാണാം. പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിനെല്ലാത്തിനും സെയിം ഡിസൈൻ ആണെന്ന്. സെയിം ടയർ, സെയിം ബോഡി സ്ട്രക്ചർ, സെയിം എഞ്ചിൻ, അങ്ങനെ എല്ലാം സെയിം ഡിസൈനിൽ നിന്നാണ് വരുന്നത്. സോ ഒരു ബുള്ളറ്റിന്റെ ഡിസൈനിൽ നിന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും അധികം ബുള്ളറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കോഡിംഗ് ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് ഡിസൈനിനെ നമ്മൾ ക്ലാസ് എന്നും അതുപയോഗിച്ചുണ്ടാക്കിയ ഇത്രയും അധികം ബുള്ളറ്റ്സിനെ നമ്മൾ ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. സോ ഒരു ക്ലാസ്സിൽ നിന്നും ഇത്രയും അധികം ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഊപ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോയിട്ട് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഒരു പുതിയ ജൂപ്പിയർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. പുതിയൊരു നോട്ട്ബുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ പേര് 11.oops part 1 എന്ന് കൊടുക്കുകയാണ്. .ipynb കോഡ് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഊപ്സിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ബുള്ളറ്റിൽ നിന്നും നമ്മൾ നിരവധി ബുള്ളറ്റ് ഉണ്ടാക്കുന്ന, അതാണ് നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ എഴുതി വെക്കാം. അതായത് ഒരു ബുള്ളറ്റ് ഡിസൈനിൽ നിന്നും ഞാൻ മൾട്ടിപ്പിൾ ബുള്ളറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ കോഡിംഗ് ലാംഗ്വേജിൽ, ഊപ്സിൻ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്നും നമ്മൾ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ കോൺസെപ്റ്റിനെയാണ്, ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഊപ്സ് എന്ന് എഴുതി വെക്കാം. ഞാൻ അവിടെ പൈതൺ സെലക്ട് ചെയ്യുന്നു. 3.11.9 ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം ഇപ്പം നിങ്ങളെ കണ്ട ഈ പൈതൺ, എൻ്റെ 2 വേർഷൻ ഓഫ് പൈതൺ ഉണ്ട്. അത് കാരണമാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചോദിക്കണമെന്നില്ല. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈതൺ വേർഷൻ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഇനി ഇത് കോഡാക്കി നോക്കാം. അതായത് ഞാൻ ആദ്യം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ബുള്ളറ്റ് ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ അനോട്ടേഷൻ ഇങ്ങനെയാണ്: ക്ലാസ് ബുള്ളറ്റ് ഈസ് ടു, ഞാൻ ജസ്റ്റ് തൽക്കാലം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പാസ് കൊടുക്കുകയാണ്. അത് ഇപ്പം ഞാൻ ഈ എഴുതിയ കോഡ് എന്ന് പറയുന്ന ബുള്ളറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാക്കുന്ന കോഡാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്ലാസ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡെഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലാസിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുത്ത പേര് ബുള്ളറ്റ് ആണ്. അതുപോലെ തന്നെ ക്ലാസ് നമ്മൾ യൂഷ്വലി എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് എഴുതുന്നത്. സോ ഞാൻ ബുള്ളറ്റിന് ഈ B എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ ആയി കൊടുത്തു. അതിനുശേഷം ഈ ക്ലാസ് ബുള്ളറ്റിൻ്റെ അകത്ത് ജസ്റ്റ് പാസ് കൊടുക്കുന്നത്, അത് ഒന്നും ചെയ്യണം നമ്മൾ തൽക്കാലം പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നിന്നും ഞാൻ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എനിക്ക് ആദ്യം ബ്ലാക്ക് ബുള്ളറ്റ് വേണം. black_bullet അത് ഈക്വൽ ടു ഞാൻ ഉണ്ടാക്കിയ ക്ലാസ് ബുള്ളറ്റിനെ വിളിക്കുന്നു. ഇനി എനിക്ക് ഒരു റെഡ് ബുള്ളറ്റ് വേണം. റെഡ് ബുള്ളറ്റ് അതും ഞാൻ ഉണ്ടാക്കുന്ന ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നാണ്. ബുള്ളറ്റ്. ഇനി എനിക്കൊരു വൈറ്റ് ബുള്ളറ്റ് വേണം. വൈറ്റ് ബുള്ളറ്റ് ഈക്വൽ ടു ബുള്ളറ്റ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ബുള്ളറ്റ് എന്ന ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ് ഉപയോഗിച്ച് ഞാൻ 3 ബുള്ളറ്റ്, ഇതെന്ന് പറയുന്നത് 3 ഒബ്ജക്ട്സ് ആണ്. 3 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ സിംഗിൾ ക്ലാസ്സിൽ നിന്നും ഞാൻ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? ബ്ലാക്ക്_bullet ഒബ്ജക്റ്റ് ആണ്,
റെഡ് അണ്ടർസ്കോർ ബുള്ളറ്റ് മറ്റൊരു ഒബ്ജക്റ്റ് ആണ്, വൈറ്റ് അണ്ടർസ്കോർ ബുള്ളറ്റ് മറ്റൊരു ഒബ്ജക്റ്റ് ആണ്. സോ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് നമ്മൾ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഞാനൊരു കളർ പാസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബ്ലാക്ക് ബുള്ളറ്റിന് ബ്ലാക്ക് കളർ ആയിരിക്കണം, റെഡ് ബുള്ളറ്റ് ആണെങ്കിൽ അതിന്റെ കളർ റെഡ് ആയിരിക്കണം, വൈറ്റ് ബുള്ളറ്റ് ആണെങ്കിൽ അതിന്റെ കളർ വൈറ്റ് ആയിരിക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ ജസ്റ്റ് അതിന്റെ കോഡ് ആദ്യം ടൈപ്പ് ചെയ്യാം. സെൽഫ് കോമ കളർ ഓക്കെ. ഞാനിത് ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഈ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് അതിന് ഞാൻ കളർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ബുള്ളറ്റ് ഓഫ് കളർ ഈക്വൽ ടു ബ്ലാക്ക്. റെഡ് ബുള്ളറ്റിന് ഞാൻ കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കുകയാണ്. വൈറ്റ് ബുള്ളറ്റിന് ഞാൻ കളർ ഈക്വൽ ടു വൈറ്റ് എന്ന് കൊടുക്കുകയാണ്. സോ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം ഒരു ബുള്ളറ്റിന് ക്ലാസ് ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ഡിഫൈൻ അണ്ടർസ്കോർ ഇനിറ്റ് സെൽഫ് കോമ കളർ ഈസ് ടു സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ. ഈ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫംഗ്ഷൻ ആണ്. സാധാരണ നമ്മൾ ക്ലാസ്സിനുള്ളിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആണ് കൊടുക്കുക. സോ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ളിൽ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഇനിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. ഞാൻ വ്യക്തമാക്കി തരാം. നമുക്ക് ഈ ഒരു കോഡിലേക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു കോഡ് മാത്രം എടുക്കുന്നത്. ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഈക്വൽ ടു ബുള്ളറ്റ് ഓഫ് കളർ ഈക്വൽ ടു ബ്ലാക്ക്. സോ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ? അതായത് ബുള്ളറ്റ് ഓഫ് കളർ ഈക്വൽ ടു ബ്ലാക്ക് എന്ന് പറയുന്നത് അത് എക്സിക്യൂട്ട് ആവും. അപ്പം ഈ ബുള്ളറ്റിന്റെ ക്ലാസ് വിളിക്കുന്നു. അതിൽ ഇനിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. നമ്മളിതിന് വിളിക്കേണ്ട ആവശ്യം തന്നെത്താൻ എക്സിക്യൂട്ട് ആവും. അപ്പം എന്ത് സംഭവിക്കും? ഈ ഇനിറ്റ് എന്ന ഫംഗ്ഷനുള്ള എന്തൊക്കെയുള്ള സെൽഫും ഉണ്ട്, കളറും ഉണ്ട്. ഈ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ആണ്. ഏതാണ് ഒബ്ജക്റ്റ്? ഇപ്പം ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ്. സോ ഈ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ സെൽഫിലോട്ട് പോകും. ഈ കളർ എന്ന് പറയുന്നത് നമ്മളോട് കൊടുത്ത ഈ ഒരു കളറാണ് ബ്ലാക്ക്. സോ ഇവിടെ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ സെൽഫിലോട്ട് വരും. ഈ കൊടുക്കുന്ന കളർ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരും. അതിനുശേഷം ഈ ഒരു കോഡ് എന്താ എക്സിക്യൂട്ട് ആവുക? സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ. അതായത് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഞാൻ പറഞ്ഞു അതാണ് സെൽഫ് എന്ന് പറയുന്നത്. ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റിന്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുത്ത ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണെന്ന് വന്നിട്ട് വരും. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് അതാണല്ലോ എൻ്റെ ഒബ്ജക്റ്റ്. അത് ഡോട്ട് ഞാൻ കളർ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കണ്ടോ എനിക്കിവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞ് കിട്ടി. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയ ടോപ്പിക്കാണ്. സോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ ഈ ഒരു കോഡ്, ഈ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് മാത്രം നോക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബുള്ളറ്റ് ഓഫ് കളർ ഈക്വൽ ടു ബ്ലാക്ക്. ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് ഓഫ് അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പാരാമീറ്റർ ആണ് കളർ ഈക്വൽ ടു ബ്ലാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടും ഈ അണ്ടർസ്കോർ ഇനിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. സോ ഏത് ക്ലാസ് വിളിച്ചാലും ആ ക്ലാസ്സിനുള്ളിൽ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. ഈ ഫംഗ്ഷൻ, ഈ ഇനിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും എക്സിക്യൂട്ട് ആവും. സോ നമ്മൾ ഈ ലൈൻ കോഡ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഏത് ക്ലാസ് വെച്ചിട്ട്? ബുള്ളറ്റ് എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റിന്റെ പേരാണ് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ്. സോ ആ ഒരു ഡിസൈൻ, ആ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ബുള്ളറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. സോ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്ലാസ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. സോ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുകയാണ്. ഈ ഫംഗ്ഷനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്, സെൽഫും കളറും. ഈ സെൽഫ് എന്ന് പറയുന്നത് ആ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു കോഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒബ്ജക്റ്റ് ഏതാ? ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ്. ഈ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഈ ഒരു ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്ന ഈ സെൽഫിലോട്ട് പോകും. കളർ എന്ന് പറയുന്നതോ ബ്ലാക്ക്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഈ കളറിലോട്ടും പോകും. സോ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ആവുക? സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ. അതായത് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ ഈക്വൽ ടു ഈ കൊടുക്കുന്ന ബ്ലാക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ എന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞു വന്നത്. സോ ഈ അണ്ടർസ്കോർ ഇനിറ്റ് എന്ന ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഏത് ഡേറ്റ ആ ക്ലാസ്സിലോട്ട് കൊടുത്താലും അണ്ടർസ്കോർ ഇനിറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷനാണ് ആ ഡേറ്റ ആ ഒരു ഒബ്ജക്റ്റിലോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഇപ്പം ഈ കോഡ് എക്സിക്യൂട്ട് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കും ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ലൈനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്, ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും നമ്മൾ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. സോ അത് ചെയ്യുന്ന സമയത്ത് അത് സംഭവിക്കുന്നതാണ്. അപ്പം ഇത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് കോൾ ചെയ്യും. അതായത് ഇവിടെ സംഭവിക്കുന്നതാണ് ബുള്ളറ്റ് ഡോട്ട് അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ. ഈ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ കൊടുക്കേണ്ട എന്തൊക്കെയാ? സെൽഫും കളറും. ഇവിടെ സെൽഫ് എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ്, അത്
കോമ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡോട്ട് കളർ എന്ന് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഊപ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ ഫൈനലായിട്ട് ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ആ ക്ലാസ്സിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിൽ നിന്നും നമ്മൾ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ഈ ക്ലാസ്സിൽ നിന്നും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിൻ്റെ ഉള്ളിലെ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. സോ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനെ വിളിക്കുന്നു. ഈ ഫംഗ്ഷനകത്ത് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, സെൽഫും കളറും. സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ അതാണ് സെൽഫ്. ഇവിടെ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ഏതാ? ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ്. സോ അതാണ് സെൽഫായിട്ട് വരിക. കളർ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന കളർ ബ്ലാക്ക് ആയിട്ട് വന്നു. സോ സെൽഫ് ഡോട്ട് കളർ, അതായത് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഡ് ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞു വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ഒരു ഫ്ലോ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിൻ്റെ ഉള്ളിലത്തെ അണ്ടർസ്കോർ ഇനിറ്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് കണ്ടോ, ഇവിടെ ഞാൻ സെൽഫ് എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുത്തു? ഈ ഒബ്ജക്റ്റ് കൊടുത്തു. അതിനുശേഷം കളർ കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒബ്ജക്റ്റിന് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നു. ആ കളർ ബ്ലാക്ക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ സമ്മറൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിൻ്റെ ഉള്ളിലെ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇതുണ്ടോ, ഈ ക്ലാസ്സിലേക്ക് ഞാൻ ഡേറ്റ പാസ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ ഒരു അണ്ടർസ്കോർ ഇനിറ്റ് ഈ ഫംഗ്ഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ എന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ ബ്ലാക്ക് അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റിന്റെ കളർ എന്താണെന്ന് പറയുന്നത്? ബ്ലാക്ക് ആണെന്ന് പറയുന്നത്. കണ്ടത് ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇനിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തൊക്കെ ഡേറ്റയാണോ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് ആ ഡേറ്റ മൊത്തം ആ ഒരു ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. നമുക്കിനി ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കൂടുതൽ മെത്തേഡ്സ് കൂടുതൽ ഫംഗ്ഷൻസ് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു കോഡ് ഒന്നുകൂടെ കോപ്പി ചെയ്യാണ്. അതിനുശേഷം ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഇതാണ്, ഡിഫൈൻ ഷോ അണ്ടർസ്കോർ കളർ എന്നിട്ട് കൊടുക്കാം. സെൽഫ് എന്ന് കൊടുക്കുന്നു. ടു പ്രിന്റ് കളർ ഓഫ് മൈ ബൈക്ക് ഈസ് സെൽഫ് ഡോട്ട് കളർ. സോ ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷൻ നമുക്കറിയാം. പക്ഷേ ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത് എവിടെയാണ്? ഈ ക്ലാസ്സിനുള്ളിലാണ്. അപ്പം ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ഷോ അണ്ടർസ്കോർ കളർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെത്തേഡാണ്. കാരണം എന്താ, അത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഫംഗ്ഷനാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷോ അണ്ടർസ്കോർ കളർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഞാനിനി പുതിയൊരു ബുള്ളറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇനി ജസ്റ്റ് ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് എന്ന് കൊടുക്കുകയാണ്. ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഈക്വൽ ടു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുന്നു. എനിക്ക് കൊടുക്കേണ്ട പാരാമീറ്റർ എന്താണ്? കളറാണ്. സോ കളർ ഈക്വൽ ടു ഞാൻ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ബുള്ളറ്റ് എന്ന ക്ലാസ് നമ്മൾ ഒരു പുതിയ ഒബ്ജക്റ്റ് ഈ ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് എന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. സോ സെൽഫ് എന്ന് പറയുന്നത് ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ആവും, കളർ എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കും. സോ ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ. ഈ ഒരു ഇത് ഓൾറെഡി എക്സിക്യൂട്ട് ആയി. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കണ്ടോ ഇവിടെ കൊടുത്ത ബ്ലൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഒരു പുതിയ മെത്തേഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ക്ലാസ്സിനുള്ളിൽ വരുന്നതാണ് നമ്മൾ അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നു. ഒരു പുതിയ മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മെത്തേഡ് എങ്ങനെ കോൾ ചെയ്ത് നോക്കി നോക്കാം. ഈ മെത്തേഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷോ അണ്ടർസ്കോർ കളർ ഓഫ് സെൽഫ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഉണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റ് ആണ്. സോ അത് വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് വരും? കളർ ഓഫ് മൈ ബൈക്ക് ഈസ് സെൽഫ് ഡോട്ട് കളർ. അതായത് സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ആ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഡോട്ട് കളർ. സോ നമുക്ക് ഈ ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഈ ഒബ്ജക്റ്റ് നോക്കി നോക്കാം. സോ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് ഈ ഒരു മെത്തേഡ് ഷോ അണ്ടർസ്കോർ കളർ ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രാക്കറ്റ്സ് കൊടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ കളർ ഓഫ് മൈ ബൈക്ക് ഈസ് ബ്ലൂ എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോ അണ്ടർസ്കോർ കളർ എന്ന് പറയുന്നത് ഇതിനോട് മെത്തേഡാണ്. ഈ സെൽഫ് എന്ന് പറയുന്നതായിരിക്കും ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ആയിരിക്കും. സോ കളർ ഓഫ് മൈ ബൈക്ക് ഈസ് എന്ത് വരുന്നു? സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ അണ്ടർസ്കോർ ബുള്ളറ്റ് ഡോട്ട് കളർ. അതെന്താണ്? ബ്ലൂ ആണ്. സോ നമുക്കിവിടെ കളർ ഓഫ് മൈ ബൈക്ക് ഈസ് ഈ ബ്ലൂ ഇവിടെ വന്നു.
സോ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു, ക്ലാസ്സിനുള്ള നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, അതേപോലെ തന്നെ ആ ക്ലാസ്സിനടുത്ത മെത്തേഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സോ ഞാനൊരു കാൽക്കുലേറ്ററിൻ്റെ കേസ് എടുക്കുകയാണ്. ഞാൻ പുതിയൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്, ക്ലാസ് കാൽക്കുലേറ്റർ. അതിനുശേഷം ഞാൻ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലാസിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത്. ഞാൻ ഇനി ഇതിലോട്ട് ഇനിറ്റ് കൊടുക്കുകയാണ്. ഡിഫ് _ init _ ഓഫ് സെൽഫ് കോമ. ഞാൻ ഒരു 2 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. a, b എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ആ ഒരു self.a = a എന്ന് കൊടുക്കുന്നു, self.b = b എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ഫംഗ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ 2 മെത്തേഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ കൊടുക്കുന്ന എൻ്റെയും ബീൻ്റെയും സമ്മും സബ്ട്രാക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. ഡിഫൈൻ ആഡ് സെൽഫ് എന്ന് കൊടുക്കാം. ഈസ് ടു നമുക്ക് സം = self.a + self.b എന്ന് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ഓഫ് സം. ഇത് ഞാൻ കോഡ് മൊത്തം ടൈപ്പ് ചെയ്തതിനു ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഡെഫ് സബ്ട്രാക്ട് ഓഫ് സെൽഫ് എന്ന് മാത്രം കൊടുക്കാം. സോ ഡിഫ് എന്ന് കൊടുക്കാം. ഡിഫ് = self.a - self.b. പ്രിന്റ് ഓഫ് ഡിഫ് എന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ അവിടെ ഒരു ക്ലാസിൻ്റെ കോഡ് മൊത്തം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇനിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പം ഇതിൽ കൊടുക്കുന്ന എന്താണ്, എയും ബിയും 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഈ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ വേണ്ടി കൊടുക്കേണ്ടത്. അപ്പം സെൽഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ആണ്. സോ self.a = a എന്ന് കൊടുത്തു, self.b = b എന്ന് കൊടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ഏത് ഫംഗ്ഷൻസ്, ഏത് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്താലും അതിൽ സെൽഫ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ സെൽഫ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എയും ബിയും കൊടുക്കുന്നില്ല. ഇവിടെ സെൽഫ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ self.a എന്ന് പറയുമ്പോൾ, കാരണം ആ സെൽഫിനകത്ത് ഓൾറെഡി എയും ബിയും ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് സെൽഫ് പാസ് ചെയ്യുന്നു, self.a + self.b എന്ന് കൊടുക്കുന്നു. സബ്ട്രാക്ട് ആകുമ്പോൾ self.a - self.b എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഞാനത് ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ വ്യക്തമാക്കി തരാം. ഞാൻ ക്യാൽ എന്ന് കൊടുക്കാം. Cal1 = കാൽക്കുലേറ്റർ ഓഫ്, ഞാൻ 2 നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. 20ഉം 10ഉം കൊടുക്കാം. 20, 10. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, കാൽക്കുലേറ്റർ ഓഫ് 20, 10. സോ ഈ ഒരു ഈ ഒരു ക്ലാസ്സിനാണ് നമ്മൾ വിളിക്കുന്നത്. അത് വെച്ചിട്ട് Cal1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്ലാസ് വെച്ചൊരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടും __init _ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. സോ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നു. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്നത് എന്താ വരിക, Cal1 എന്ന് പറയുന്ന സെൽഫിലോട്ട് വരുന്നു, 20 എന്ന് പറയുന്നത് എയിലോട്ട് വരുന്നു, 10 എന്ന് പറയുന്നത് ബിയിലോട്ട് വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, a = 20 എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ b = 10 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇത് എന്ത് വേണം ചെയ്യാം, ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സോ ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഈ ഒരു ലൈൻ ഓഫ് കോഡിൽ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ ഈ ക്ലാസ് വെച്ചിട്ട് നമ്മൾ Cal1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങനെ ഒരു ക്ലാസ് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടും __init _ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നു. സോ അതിലോട്ടേക്ക് സെൽഫ് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന Cal1 ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ആണ്. a എന്ന് പറയുന്നത് 20ഉം b എന്ന് പറയുന്നത് 10ഉം ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇനി ഫംഗ്ഷൻ കൊടുത്ത് ഈ 2 സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. self.a അതായത് Cal1.a എന്ന് പറയുന്ന 20 ആവും. അതുപോലെ തന്നെ self.b Cal1.b എന്ന് പറയുന്നത് 10 ആവും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. Cal1.a എന്ന് പറയുന്നത് കണ്ടോ 20 ആയി. കണ്ടോ ഇവിടെ നോക്കി മനസ്സിലാവും. Cal1 ഈ ഒബ്ജക്റ്റ് Cal1.a എന്ന് പറയുന്നത് നമ്മളോട് കൊടുത്ത a ആയിരിക്കും 20 ആയിരിക്കും. Cal1.a 20 ആയി. അതുപോലെ തന്നെ Cal1.b അതെന്തായിരിക്കണം, Cal1.b എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. b നമ്മളിവിടെ കൊടുക്കുന്ന b 10 ആയിരിക്കണം. കണ്ടോ നമുക്ക് 10 എന്ന് തോന്നി കിട്ടി. ഇനി നമുക്ക് ഈ ഓരോ ഇതിനകത്ത് നമുക്ക് വേറെ മെത്തേഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് മെത്തേഡ്സ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ആ കൊടുത്ത നമ്പേഴ്സിന്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ കിട്ടും. അതായത് ഇവിടെ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഏതാണ്, Cal1. ആ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മൾ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്ന സമയത്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. സോറി, അത് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ്സും കൂടെ കൊടുക്കണം, എന്നാൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, എനിക്ക് 30 എന്ന് വന്നു. അപ്പോൾ എന്താ സംഭവിച്ച് നോക്കാം. Cal1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ Cal1.a എന്ന് പറഞ്ഞ 20, b എന്ന് പറഞ്ഞിട്ടുണ്ടും ആ ഡേറ്റ മൊത്തം നമ്മളെ Cal1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ cal1.add എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? cal1.add എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിൽ ആഡ് ഓഫ് സെൽഫ് എന്ന് പറയുന്നതാണ് cal1 ആണ്. കണ്ടോ ഇവിടെ കണ്ടില്ലേ cal1. സോ സം എന്ന് പറയുന്നത് self.a പ്ലസ് self.b, അതായത് cal1.a പ്ലസ് cal1.b. cal1.a എന്ന് പറഞ്ഞാൽ 20 ആണ്, cal1.b എന്ന് 10 ആണ്. സോ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 പ്ലസ് 10, അതായത് 30 ആയിരിക്കും. പ്രിന്റ് ഓഫ് സം, അതായത് പ്രിന്റ് ഓഫ് 30, നമുക്കിവിടെ 30 കിട്ടണം. കണ്ടോ 30 കിട്ടി. ഇതേപോലെ തന്നെ ഞാൻ cal1.subtract എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. cal1 എന്ന് പറയുന്നതിൽ ഓൾറെഡി എയും ബി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സബ്ട്രാക്റ്റിനുള്ള നമ്മൾ കൊടുക്കുന്നത് സെൽഫ്, അതായത് ഈ cal1 ആണ് കൊടുക്കുന്നത്. സോ cal1.a മൈനസ് cal1.b, അതായത് 20 മൈനസ് 10, നമുക്ക് എന്ത് കിട്ടണം? 10 എന്ന് കിട്ടണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടോ നമുക്ക് 10 എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇനിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഈ സെയിം സംഭവം കോപ്പി ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇനി ഇനിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നില്ല, ഇനിറ്റ് എന്ന ഫംഗ്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും ഡിഫറൻസ് നമുക്ക് നോക്കി നോക്കാം. സോ ഇവിടെ ഒരു സെൽഫിനകത്ത് ഇപ്പം ഡേറ്റ ഒന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നു ഇനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കൊടുക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഡേറ്റ സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സെൽഫിനകത്ത് ഇപ്പം എയും ബി ഒന്നുമില്ല. സോ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ സെൽഫിന് പുറമെ എ കോമ ബി എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് self.a ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എ കൊടുത്തു, self.b ഇല്ല, ബി എന്ന് കൊടുത്തു. കാരണം സെൽഫിനകത്ത് ഒരു ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, ഇനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ സബ്ട്രാക്റ്റിനുള്ളിൽ നമ്മൾ സെൽഫ് കോമ എ കോമ ബി അങ്ങനെ കൊടുക്കണം. എയും ബിയും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കണം. സോ ഈ പറയുന്ന പോലെ സെൽഫിനകത്തൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ കളഞ്ഞു, ഇത് നമ്മൾ കളഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇനിറ്റ് ഇല്ല. ഇനി ഞാൻ ജസ്റ്റ് എനിക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ cal2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. cal2 ഈക്വൽ ടു കാൽക്കുലേറ്റർ അത്ര കൊടുത്താൽ മതി. കാരണം ഞാൻ വന്നില്ല ഇനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഞാനിപ്പോൾ എന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. സോ ഞാൻ cal2 എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന് ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? cal2.add ഓഫ് ഞാൻ എന്തൊക്കെയാണോ നമ്പേഴ്സ് കൊടുക്കണ നമ്പേഴ്സ് കൊടുക്കുക. അതായത് ഞാനിവിടെ a ഈക്വൽ ടു 30 കോമ b ഈക്വൽ ടു 60 എന്ന് കൊടുക്കുക. സോ എനിക്ക് 90 വന്ന് കിട്ടി. അതായത് 30 പ്ലസ് 60 90. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ cal2 ഈക്വൽ ടു കാൽക്കുലേറ്റർ. അപ്പം ഈ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ട് cal2 എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർസ്കോർ ഇനിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ ഒന്നും തന്നെ ഇല്ല, ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് വിളിക്കാൻ പോകണം, ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. ആഡ് വിളിക്കുന്ന സമയത്ത് നമ്മൾ എയും ബിയും സ്പെഷ്യലായിട്ട് പാസ് ചെയ്യണം. കാരണം എന്താ? ഈ cal2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് ഡേറ്റ ഒന്നുമില്ല. സോ ഞാൻ ഇവിടെ എ 30 കൊടുത്തു, ബി 60 എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ എ പ്ലസ് ബി ഞാൻ കൊടുത്ത എയും ബിയും കൂടെ പ്ലസ് ചെയ്തിട്ട് 90 എന്ന് കിട്ടി. ഈ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ cal2 ഡോട്ട് സബ്ട്രാക്ട്, വീണ്ടും എനിക്ക് എയും ബിയും കൊടുക്കണം. എ ഈക്വൽ ടു 30 കോമ ബി ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ എനിക്ക് -30 എന്ന് പറഞ്ഞ് വന്നു. സോ ഇതാണ് അണ്ടർസ്കോർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കേസിൽ ഈ ഇനിറ്റ് ഉള്ള കാരണം തന്നെ നമ്മൾ ആ കാൽക്കുലേറ്റർ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ കൊടുക്കുന്നുണ്ട്. കണ്ടില്ല ഇവിടെ ഡേറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് മെത്തേഡ് വിളിക്കണം എന്നുണ്ടെങ്കിലും, അതായത് ഈ കാണുന്ന എന്ത് മെത്തേഡ് വിളിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഒരു മെത്തേഡിന്റെ പേര് വിളിച്ചാൽ മതി. കണ്ടോ നമ്മളിവിടെ cal1.add ജസ്റ്റ് ആഡ് വിളിക്കുന്നു, ജസ്റ്റ് സബ്ട്രാക്ട് എന്ന് വിളിക്കുന്നു. പക്ഷേ അണ്ടർസ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന പോലെ നമ്മളുണ്ടോ ഇവിടെ കാൽക്കുലേറ്റർ നമ്മൾ ഡേറ്റ ഒന്നും കൊടുക്കുന്നില്ല. ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മെത്തേഡ്സും വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ക്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇനിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ഇനിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്സിലേക്ക്, അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെ ഡേറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് മൊത്തം ഒറ്റയടിക്ക് കൊടുക്കും. എന്നിട്ട് ആ ക്ലാസ്സിനടുത്ത മെത്തേഡ്സ് എന്തൊക്കെയാണോ ആ സമയത്തിനനുസരിച്ച് ആ മെത്തേഡ്സ് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. അതാണ് ഭയങ്കര സിമ്പിളും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഊപ്സിന്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ക്ലാസ് എന്നും ഒരു ക്ലാസ് എന്നും എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ കയറി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇന്ന് നമ്മൾ കവർ ചെയ്ത ഊപ്സ് എന്ന് പറയുന്നത് ഊപ്സിന്റെ ബേസിക്സ് മാത്രമാണ്. ഇതിന്റെ അഡ്വാൻസ് കാര്യങ്ങൾ നമ്മൾ ഊപ്സിന്റെ പാർട്ട് 2-ൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് ലൈക്ക് ചെയ്യുക. പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.